തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മലയാള മനോരമ പുറത്തുവിട്ട കണക്ക് എൽ ഡി എഫിന് ബോധോദയമായി മാറുന്നു. മനോരമ പുറത്തുവിട്ട കണക്ക് പ്രകാരം 2026 തെരഞ്ഞെടുപ്പിൽ 80 മണ്ഡലങ്ങളിൽ യു ഡി എഫും 58 മണ്ഡലങ്ങളിൽ എൽ ഡി എഫും 2 മണ്ഡലങ്ങളിൽ എൻ ഡി എയും വിജയിക്കും. ഈ കണക്ക് അനുസരിച്ചാണ് പിണറായി വിജയൻ അടുത്ത ഭരണം ഉറപ്പാക്കാൻ നീങ്ങുന്നത്. 58 മണ്ഡലങ്ങളിൽ മാത്രമേ എൽ ഡി എഫ് വിജയിക്കുകയുള്ളൂ എന്നാണ് മനോരമ പറയുന്നത്. അതനുസരിച്ചാണെങ്കിൽ 40 സീറ്റുകളിൽ എം എൽ എമാർ പരാജയപ്പെടും. ഇപ്പോൾ 98 സീറ്റാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. 40 സീറ്റുകളിൽ തിരിച്ചടിയുണ്ടാകും എന്നതാണ് മനോരമയുടെ കണക്ക് പറയുന്നത്. ഇതോടുകൂടി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിൽ ശക്തമായ തീരുമാനമാണ് എടുത്തത്. ഇലക്ഷൻ മോഡിലേക്ക് നീങ്ങാൻ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതികളും പരിപാടികളും 2 മാസത്തിനകം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നേരത്തെ വരാനിടയുണ്ടെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടികളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചത്. അതത് മണ്ഡലങ്ങളിൽ വോട്ടുയർത്താൻ കെൽപ്പുള്ള പദ്ധതികൾ എത്രയും വേഗം പൂർത്തിയാക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും മുഖ്യമന്ത്രി തീരുമാനിച്ചു. എം എൽ എമാർക്ക് സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ മെച്ചമായി 40 മണ്ഡലങ്ങളിലെ എം എൽ എമാരുമായി ഓൺലൈൻ യോഗം നടത്തി മുഖ്യമന്ത്രി. എം എൽ എമാർക്ക് സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ മെച്ചമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്ന് നിർദ്ദേശം നൽകി. മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 40 എം എൽ എമാർക്ക് സീറ്റ് നൽകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എൽ എമാരുടെ ഓൺലൈൻ യോഗത്തിൽ പറഞ്ഞു. ഇതോടുകൂടി എം എൽ എമാർ ചടുലമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, ക്ഷേമ പെൻഷൻ്റെ സദുദ്ദേശം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനും ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനും മുഖ്യമന്ത്രി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇനി എം എൽ എമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ചാർജിലായിരിക്കും നടക്കുക. 40 സീറ്റുകളിലെ എം എൽ എമാരെ പ്രത്യേകമായി നിരീക്ഷിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. തോൽക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികളെ വയ്ക്കാനും ജയിക്കാൻ ഇടയുള്ള സ്ഥാനാർത്ഥികളെ വയ്ക്കാനും അങ്ങനെ പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കിട്ടിയില്ലെങ്കിൽ പൊതുവായി അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ വയ്ക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ് കൊണ്ടുവരാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. ചുരുക്കത്തിൽ ഡു ഓർ ഡൈ എന്ന സിദ്ധാന്തമാണ് മുഖ്യമന്ത്രി 40 മണ്ഡലങ്ങളിലെ എം എൽ എമാർക്ക് നൽകിയിരിക്കുന്നത്. മനോരമ പുറത്തുവിട്ട കണക്ക് ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയെ. 80 മണ്ഡലങ്ങളിൽ യു ഡി എഫും 58 മണ്ഡലങ്ങളിൽ എൽ ഡി എഫും 2 മണ്ഡലങ്ങളിൽ എൻ ഡി എയും ജയിക്കുമെന്നാണ് മനോരമ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ 18 മണ്ഡലങ്ങൾ ഒഴികെ 40 മണ്ഡലങ്ങളിലെ എം എൽ എമാർക്ക് പുതിയ നിയോഗം കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. പലയിടത്തും റോഡുകളൊക്കെ താറുമാറായി കിടക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതൊക്കെ 2 മാസത്തിനകം പൂർത്തീകരിക്കണം എന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. യു ഡി എഫ് വിജയത്തിൻ്റെ ആലസ്യത്തിൽ ഇരിക്കുമ്പോൾ എൽ ഡി എഫ് ഉണർന്ന് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾ അത് തീഷ്ണമാണ്, അത് ആജ്ഞാശക്തിയുള്ള വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞാൽ പാർട്ടി അത് കൈക്കൊണ്ടില്ലെങ്കിൽ, അത് പാലിച്ചില്ലെങ്കിൽ എം എൽ എമാർ തെറിക്കും. എന്തായാലും അതോടൊപ്പം 10 പുതുമുഖങ്ങളെ അത് ഞങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 10 പുതുമുഖ സ്ഥാനാർത്ഥികളെ ഇറക്കാനും CPM തീരുമാനിച്ചു. പഴയ മുഖങ്ങൾക്ക് പകരം പുതിയ മുഖം. പഴയ മുഖങ്ങൾ കണ്ട് ജനങ്ങൾ മടുക്കുമ്പോൾ അവർക്ക് പുതിയ മുഖത്തെ പരിചയപ്പെടുത്തുകയാണ് CPM ചെയ്യുന്നത്. അതും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി ഡു ഓർ ഡൈ എന്ന നിർദ്ദേശം നൽകിയതിന് പിന്നാലെ 40 മണ്ഡലങ്ങളിലെ എം എൽ എമാർ ഓട്ടത്തിലാണ്. ഇതുവരെ ആലസ്യത്തിലായിരുന്നു CPM. ഇപ്പോൾ ആലസ്യം വിട്ട് ഉണർന്നിരിക്കുന്നു. മറുഭാഗത്ത് യു ഡി എഫ് ജയത്തിൻ്റെ ഒരാലസ്യത്തിലാണ്. ആ ആലസ്യം വിട്ട് ഉണരാൻ യു ഡി എഫിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ചടുലമായ നീക്കങ്ങൾ. മുഖ്യമന്ത്രി യഥാർത്ഥ ക്യാപ്റ്റനാണ് താനെന്ന് തെളിയിച്ചിരിക്കുന്നു. തൻ്റെ കീഴിലുള്ള മന്ത്രിമാരോട്
ചടുലമായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വീഴ്ച ഒരു പാഠമായി കരുതാനാണ് പിണറായി മന്ത്രിമാരോട് പറഞ്ഞത്. മാത്രമല്ല, MLA-മാരുടെ ഓൺലൈൻ യോഗത്തിൽ പ്രകടനം മോശമായ 40 MLA-മാരോടും ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നു. പിണറായി വീണ്ടും കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. കച്ച മുറുക്കി പിണറായി.